ഇനി നമ്മള് we learn both extrinsic pathway as well as intrinsic pathway. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇന്റർസെപ്റ്റർ മീഡിയേറ്റഡും മൈറ്റോകോൺട്രിയ മീഡിയേറ്റഡും. ഈ രണ്ട് പാത്വേയും ഫൈനലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തുടക്കം വ്യത്യസ്തമാണെങ്കിലും ബോത്ത് ഓഫ് ദം കൺവേർജ് അറ്റ് ദാറ്റ് എക്സിക്യൂഷണൽ കാസ്പേസസ് അല്ലെ. രണ്ടും ഫൈനലി എക്സിക്യൂഷണൽ കാസ്പേസസിനെ ആക്ടിവേറ്റ് ചെയ്യാറാണ് പതിവ് അല്ലെ. അതാണ് പിന്നീട് പല പ്രോട്ടീൻസിനെ ക്ലീവ് ചെയ്ത് ആ സെല്ലിനെ അങ്ങ് നശിപ്പിക്കാനുള്ള വഴി ഉണ്ടാക്കി വിടുന്നത്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കൺവേർജിങ് പോയിന്റ് ആണ് എക്സിക്യൂഷണൽ കാസ്പേസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ദേ വാട്ട് ഹാപ്പൻ, അങ്ങനെ അപ്പോട്ടോസിസിന് വിധിക്കപ്പെട്ട സെൽസ് ദേ ലൂസ് കോൺടാക്ട് വിത്ത് ദ നെയ്ബേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്. എന്നിട്ട് ദേ വിൽ സ്റ്റാർട്ട് ഷ്രിങ്കിങ്. അപ്പോട്ടോസിസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇതൊക്കെ. എന്നിട്ട് ഈ സെല്ല് ഡിസിന്റഗ്രേറ്റ് ചെയ്ത് കണ്ടൻസ് ചെയ്ത് അപ്പോട്ടോട്ടിക് ബോഡീസ് ആയിട്ട് മാറും. എന്നിട്ട് ഇതെല്ലാം നടക്കുന്നത് ഒറ്റ മണിക്കൂർ കൊണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ ഒരു മണിക്കൂർ കൊണ്ടാണ് ഇതെല്ലാം സംഭവം നടക്കുന്നത്. ആൻഡ് ദേ ആർ ഈ അപ്പോട്ടോട്ടിക് ബോഡീസ് എൻഗൾഫ് ചെയ്യപ്പെടേണ്ടതാണ് എന്നുള്ളതിന്റെ ഒരു സിഗ്നൽ വേണമല്ലോ. കാരണം ഇവർക്ക് വിളിച്ചു പറയാൻ വായും ഒന്നുമില്ല. അപ്പൊ ഈ അപ്പോട്ടോട്ടിക് ബോഡീസ് നശിപ്പിക്കപ്പെടേണ്ടതാണ്, ദേ ആർ സപ്പോസ് ടു ബി എൻഗൾഫ്ഡ് എന്നുള്ള ഒരു സിഗ്നലാണ് ഫോസ്ഫാറ്റൈഡിൽ സെറീൻ എന്ന് പറയുന്നത്. നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സിൽ ഈ സംഭവം പഠിച്ചിട്ടുണ്ടല്ലോ, ഫോസ്ഫാറ്റൈഡിൽ സെറീൻ. ഫോസ്ഫാറ്റൈഡിൽ സെറീൻ സാധാരണ ഇന്നർ ലീഫ്ലെറ്റ് ഓഫ് പ്ലാസ്മ മെംബ്രെയിനിൽ കാണപ്പെടുന്ന ഒരു ഫോസ്ഫോലിപ്പിഡ. ഓക്കെ, ഒരു നമ്മുടെ പ്ലാസ്മ മെംബ്രെയിന്റെ അകത്ത് അതിന് ലിപ്പിഡ് ബൈ ലെയർ ആണല്ലോ. അപ്പൊ ഇന്നർ ലിപ്പിഡ് ലെയർ ഉണ്ട്, ഔട്ടർ ലെയർ ഉണ്ട്. അപ്പൊ ഇന്നർ ലീഫ്ലെറ്റിൽ കാണപ്പെടുന്ന ഒരു ഫോസ്ഫോലിപ്പിഡാണ് ഫോസ്ഫാറ്റൈഡിൽ സെറീൻ. ഇത് ഒരു ഇങ്ങനത്തെ ആ അപ്പോട്ടോസിസിനുള്ള ട്രിഗർ ആ പാത്വേ ഒക്കെ നടന്നു കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ്, ദർ ഇസ് എ പ്രോട്ടീൻ കോൾഡ് എൻസൈം കോൾഡ് ഫോസ്ഫോലിപ്പിഡ് സ്ക്രാംബ്ലേസ്. ആ എൻസൈം എന്ത് ചെയ്യും, ഇന്നർ ലീഫ്ലെറ്റിൽ നിന്നും ഫോസ്ഫാറ്റൈഡിൽ സെറിനെ ഔട്ടർ ലീഫ്ലെറ്റിലേക്ക് എത്തിക്കും. എന്ന് പറയുമ്പോൾ സെല്ലിന്റെ സർഫസിലേക്ക് ഫോസ്ഫാറ്റൈഡിൽ സെറീൻ വരും. മനസ്സിലാവുന്നുണ്ടോ? അകത്ത് കിടക്കുന്ന സാധാരണ അകത്ത് കാണുന്ന ഫോസ്ഫാറ്റൈഡിൽ സെറീൻ പുറത്തേക്ക് വരും, ആ സെല്ലിന്റെ വെളിയിലേക്ക് വരും. അതിന്റെ ഫോസ്ഫാറ്റൈഡിൽ സെറീൻ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ഈറ്റ് മീ സിഗ്നൽ. അതായത് ഏതൊക്കെ സെല്ലിന്റെ വെളിയിൽ ഫോസ്ഫാറ്റൈഡിൽ സെറീൻ ഉണ്ടോ, ഏതൊക്കെ സെല്ലിന്റെ ഔട്ടർ സർഫസിൽ ഫോസ്ഫാറ്റൈഡിൽ സെറീൻ ഉണ്ടോ അതിനെ എല്ലാം മാക്രോഫേജസ് എൻഗൾഫ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് പുറത്തേക്ക് വരുന്നത് തന്നെ ഒരു ഈറ്റ് മീ സിഗ്നലാ. ആർക്കുള്ള സിഗ്നലാ? മാക്രോഫേജസിന്. അപ്പൊ ഏതെല്ലാം സെല്ലിന് വെളിയിൽ ഫോസ്ഫാറ്റൈഡിൽ സെറീൻ ഉണ്ടോ അതിനെല്ലാം മാക്രോഫേജസ് എൻഗൾഫ് ചെയ്ത് നശിപ്പിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ അപ്പോട്ടോട്ടിക് ബോഡീസിനെ നശിപ്പിച്ച് കളയുന്നത്. മനസ്സിലായോ? ഇനി ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ആ സെല്ലിന്റെ അകത്തുള്ള പ്രശ്നങ്ങളൊന്നും സ്പില്ല് ചെയ്ത് പോകുന്നില്ല പുറത്തേക്ക്, ഒന്നും സ്പില്ല് ചെയ്യാതെ എക്സ്ട്രാ സെല്ലർ എൻവയൺമെന്റിലേക്ക് പോകുന്നില്ല. അങ്ങനെ സ്പില്ല് ചെയ്യപ്പെട്ട വാട്ട് ഹാപ്പൻ, ഇറ്റ് വിൽ ട്രിഗർ ഇൻഫ്ലമേഷൻ. ആ ട്രിഗറിങ് ഓഫ് ഇൻഫ്ലമേഷൻ ആണ് നെക്രോസിസിൽ സംഭവിക്കുന്നത്. നെക്രോസിസിൽ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അപ്പോട്ടോട്ടിക് ബോഡീസ് ഒന്നും ഫോം ചെയ്യത്തില്ല. ഒരു സെല്ല് അങ്ങനെ നശിച്ച് പൊട്ടി അതിനകത്തുള്ള പ്രശ്നങ്ങളെല്ലാം, അതിനകത്തുള്ള കണ്ടന്റ് എല്ലാം വെളിയിലേക്ക് സ്പില്ല് ചെയ്ത് അത് പിന്നെ ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കി അടുത്തുള്ള സെല്ലിനെ നശിപ്പിച്ച് അങ്ങനെയാണ് പസ് ഫോർമേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ അപ്പോട്ടോസിസ് നടക്കുമ്പോൾ പസ് ഫോർമേഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഈ അപ്പോട്ടോസിന്റെ പോസിറ്റിവിറ്റി എന്ന് വെച്ചാൽ അതിന്റെ അകത്തുള്ള ഒന്നും ആ സെല്ലുലർ കണ്ടന്റ് ഒന്നും വെളിയിലേക്ക് എക്സ്ട്രാ സെല്ലുലർ എൻവയൺമെന്റിലേക്ക് സ്പില്ല് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ അത് കൂടുതൽ ടിഷ്യൂ ഡാമേജിനെ തടസ്സപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് ഇൻട്രിൻസിക് പാത്വേ എക്സ്ട്രിൻസിക് പാത്വേ ഒന്ന് ഓവറോൾ ആയിട്ട് നോക്കാം. ഈ പടമൊന്നും നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മളിവിടെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ അതിന്റെ റിസപ്റ്റർ ബൈൻഡ് ചെയ്താണ് പഠിച്ചേക്കുന്നത്. അത് കൂടാതെ ഉള്ള ലിഗാൻഡ് ഒക്കെയാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നിങ്ങൾ ഞാൻ പഠിച്ചാൽ മതി. ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഫിഗർ കേട്ടോ. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇത് ലിഗാൻഡ് ചെന്ന് അതിന്റെ ഡെത്ത് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യും. അപ്പൊ റിസപ്റ്റർ മീഡിയേറ്റഡ് ആണ് ഈ പാത്വേ. റിസപ്റ്റർ ബൈൻഡ് ചെയ്യുമ്പോൾ അതിന്റെ കൺഫർമേഷൻ മാറും. അപ്പൊ പല പ്രോട്ടീൻസും റിക്രൂട്ടഡ് ആവും. അതിലൊന്നാണ് പ്രോകാസ്പേസ് 8. ആ റിക്രൂട്ടിംഗ് വഴി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലീവ് ചെയ്ത് അത് കാസ്പേസ് 8 ആയിട്ട് ആക്ടിവേറ്റഡ് ആവും. അത് പിന്നെ എക്സിക്യൂഷണർ പ്രോകാസ്പേസിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിന്റെ കീഴിൽ വരുന്നതാണ് പ്രോകാസ്പേസ് 3 എന്ന് പറയുന്നത്. പഠിക്കാമെങ്കിൽ പഠിച്ചാൽ നല്ലത്. എക്സിക്യൂഷണർ പ്രോകാസ്പേസ് എന്ന് പറഞ്ഞാൽ പ്രോകാസ്പേസ് 3 അതിനെ പിന്നെ ആക്ടിവേറ്റ് ചെയ്ത് കാസ്പേസ് 3 ആക്കും. അത് അപ്പോട്ടോസിസിലേക്ക് എത്തപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഇൻട്രിൻസിക് പാത്വേ ആണെങ്കിലോ ഇന്റേണൽ സിഗ്നൽസ് ആണ് സ്റ്റിമുലസ് കൊടുക്കുന്നത്. അന്നേരം മൈറ്റോകോൺട്രിയക്കകത്ത് ചെന്ന BCL2 ഫാമിലിയിലുള്ള പ്രോട്ടീൻസ് പ്രോ അപ്പോട്ടോട്ടിക് പ്രോട്ടീൻസ് എന്ന ബൈൻഡ് ചെയ്യും. അപ്പൊ സൈറ്റോക്രോം C റിലീസ് ചെയ്യപ്പെടും സൈറ്റോസോളിലോട്ട്. സൈറ്റോക്രോം C റിലീസ് ചെയ്യുമ്പോൾ പല പ്രോട്ടീൻ ചേർന്ന് APAF1ഉം സൈറ്റോക്രോം Cയും പ്രോകാസ്പേസ് 9ഉം എല്ലാം കൂടെ ചേർന്ന് അപ്പോപ്റ്റോസോം ഉണ്ടാക്കും. ആ അപ്പോപ്റ്റോസോം
കാസ്പേസ് 9 ആക്ടിവേറ്റ് ചെയ്യും. കാസ്പേസ് 9 എക്സിക്യൂഷണർ കാസ്പേസ് ആയിട്ടുള്ള കാസ്പേസ് 3 ആക്ടിവേറ്റ് ചെയ്യും. കാസ്പേസ് 3 മാത്രമല്ല കേട്ടോ, കാസ്പേസ് 6 കാസ്പേസ് 7 ഒക്കെ ഉണ്ട്. നിങ്ങൾ തൽക്കാലം കാസ്പേസ് 3 വരെയെങ്കിലും പഠിച്ചാൽ നല്ലത്. അതിനെ ആക്ടിവേറ്റ് ചെയ്യും, അത് അപ്പോട്ടോസിസിലേക്ക് എത്തിക്കും. ഇതാണ് രണ്ട് പാത്വേ. എവിടെയാണ് കൺവേർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ അപ്പോട്ടോസിസിലേക്ക് എത്തിപ്പെടും. ഓക്കെ, അപ്പൊ നമ്മുടെ സിലബസ് ഇന്ന് കംപ്ലീറ്റ് ആയി. ഓക്കെ, കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ തീർത്തു. നിങ്ങൾ ആ സിലബസിന്റെ വേർഡ് ബൈ വേർഡ്, ഞാൻ പഠിപ്പിച്ച 2 മൊഡ്യൂളും വേർഡ് ബൈ വേർഡ് നോക്കണം. എന്തെങ്കിലും നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടോ നോക്കണം. മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. കാരണം ഞാനിപ്പോ വർഷങ്ങളായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ടേ, മിസ്സായാലും ചിലപ്പോൾ നോട്ടീസ് ചെയ്യാതെ പോകും. അപ്പൊ നിങ്ങൾ മൊത്തത്തിൽ നോക്കി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ സെക്കൻഡ് ചാപ്റ്ററിലും തേർഡ് ചാപ്റ്ററിലും മൊഡ്യൂളിലും നോക്കണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും, ഈ പഠിപ്പിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു ആസ്ക്. നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇപ്പോഴും ആക്റ്റീവ് ആണല്ലോ. അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ഡൗട്ട് വേണമെങ്കിലും ക്ലാരിഫൈ ചെയ്തു തരാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത്രയും പഠിക്കുക. നമ്മുടെ പോർഷൻ തീർന്നു കേട്ടോ. ഇന്ന് പോർഷൻ തീർന്നു. ക്ലിയർ?